യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നിയമശരീരനെ കളത്തിലിറക്കിയാണ് UDF ഇത്തവണ കോൺഗ്രസ് ഇത്തവണ ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത്. വലിയ രീതിയിലുള്ള മത്സരം തന്നെയാണ്, ഒരു പോരാട്ടം തന്നെയാണ്. യുവാക്കളെ രംഗത്തിറക്കി കെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ കഴിവുള്ള യുവനിരയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് ഭൂരിഭാഗം വാർഡുകളിലും. ഷജീറെ, എങ്ങനെ തോന്നുന്നു? ഒരു പ്രചാരണമൊക്കെ ഏറെക്കുറെ പകുതി എത്തി ഒരു ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന സമയത്ത് പ്രചാരണത്തിൽ ഇറങ്ങിയപ്പോൾ എന്താ തോന്നുന്നത്? പ്രചരണത്തിൽ വളരെ മുന്നിലാണ്. ഏകദേശം എല്ലാ വീടുകളിലും പോകാൻ കഴിഞ്ഞു. വീണ്ടും അടുത്ത റൗണ്ട് തുടങ്ങുകയാണ്. വലിയ ആവേശത്തോടു കൂടി തന്നെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുന്നത് വലിയ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അവരിലൊരാളായി തന്നെയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ മിക്കവാറൊക്കെ നമുക്കറിയാം ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുകയും അപ്പോൾ ആ രീതിയിലുള്ള പരിഗണന, നമുക്ക് വേണ്ടി ശബ്ദിച്ച ഒരാളാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമരം ചെയ്ത ഒരാളാണല്ലോ, നമുക്ക് വേണ്ടിയൊക്കെ ജയിലിൽ കിടന്ന ആളാണല്ലോ എന്നുള്ള പരിഗണനയും ലാളനയും വാത്സല്യവും ഒക്കെ ഓരോ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം തുടക്കത്തിലുണ്ടായതിനേക്കാൾ 10 മടങ്ങ് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. വോട്ടുകൾ ഉറപ്പിച്ച് തന്നെയാണ് ഓരോ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നത്. അവർ വലിയ സന്തോഷത്തോടു കൂടിയും അതിനപ്പുറം വലിയ പ്രതീക്ഷയാണ്. അപ്പം നമുക്കറിയാം 10-15 കൊല്ലമായി സമര രംഗത്ത് നിൽക്കുന്ന ആൾ ഈ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, അവരെന്നിൽ നിന്ന് വലിയ പ്രതീക്ഷകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ ഈ വാർഡിലെ സമഗ്രമായ വികസനം തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, അടച്ചുറപ്പുള്ള വീടുകളില്ലാത്ത സ്ഥലമുണ്ട്, ശുദ്ധമായ കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, നിരവധി റോഡുകളിൽ ഇപ്പോഴും വെള്ളം കാരണം നടന്നു പോകാൻ കഴിയാത്ത വഴികൾ, നമുക്കറിയാം വീട്ടിലേക്ക് ചെല്ലാനുള്ള വഴികൾ പോലും ഇല്ലാത്ത നിരവധി വീടുകളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഓരോ ആളുകളെയും വ്യക്തിപരമായി ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് അപ്പം അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ വാർഡിനെ ഒരു മാതൃകാ വാർഡാക്കി, ഒരു മാലിന്യമുക്ത വാർഡാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നവും ആഗ്രഹവുമാണ്. അപ്പോൾ ഞാൻ ദീർഘകാലം ഇവിടുത്തെ ആളുകളുമായി എപ്പോഴും സംസാരിക്കുന്ന ആളുകളാണ്. അപ്പം എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പം അവരുടെ ആഗ്രഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇത് മാലിന്യം എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് വലിയ ഭീഷണിയായി മാറുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അതിനെ നേരിടണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുക, മറ്റുള്ള വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ ശാസ്ത്രീയമായി പഠനം നടത്തി നല്ലൊരു പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പം നമുക്കറിയാം ഈ പ്രദേശത്തൊക്കെ മാലിന്യം വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരെ CCTV ഒക്കെ ഈ പ്രദേശത്തൊക്കെ വയ്ക്കും. ഇത് ഹൈവേയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ സമ്പൂർണ്ണമായി CCTV ഒക്കെ സ്ഥാപിച്ച് അത്തരം നടപടികൾക്കെതിരെ കർശനമായി നിലപാട് സ്വീകരിക്കുകയും നടപടി സ്വീകരിക്കുകയും നിയമപോരാട്ടം നടത്തുകയും ചെയ്യുക. അപ്പോൾ സമ്പൂർണ്ണമായി മാലിന്യമുക്തമായ ഒരു നാടായി, ഒരു ബ്രാൻഡായി നിയമം എന്ന് പറയുന്ന ഒരു വികസന കുതിപ്പിൻ്റെ ഒരു നാടായി മാറ്റി അതിനൊരു ബ്രാൻഡായി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും നേരത്തെ എല്ലാവരും ചോദിക്കുന്നത് പോലെ ഞാൻ മത്സരരംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ദൂരത്തിൽ പോലും ആഗ്രഹിച്ചിരുന്ന ആളല്ല. പക്ഷേ ആ പേരിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് പണ്ട് മുതലേ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് സമരത്തിന് പോകുമ്പം സഹപ്രവർത്തകർ നേമത്ത് നിന്നല്ലേ വരുന്നത്, നേമത്തെ ഷജീറല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ പേര് തന്നെ ചേർക്കുന്നത്. അപ്പം ഈ പേരിനെയും ഈ നാടിനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പേരൊക്കെ ഏറ്റെടുത്തത്. അപ്പം ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം, വലിയ പ്രതികരണമാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അപ്പം ഇതൊരു അവസരമാണ്. നമ്മൾ പൊതുരംഗത്ത് വരിക, ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്രതീക്ഷിതമായ ലീഡർഷിപ്പാണ് ഇത്തരമൊരു തീരുമാനമെടുത്ത് ഇവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ അല്പം നിഷേധിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പാർട്ടി എന്ത് പറഞ്ഞാലും ചെയ്യുക എന്നുള്ളതാണ്, അത് ഒരു അംഗീകാരമാണ്. ഇപ്പം എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ പാർട്ടി എന്നെ മത്സരിക്കാൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അവരുടെ പ്രതീക്ഷയെ കാത്തു സൂക്ഷിക്കുക, ആ വെല്ലുവിളി ഏറ്റെടുത്ത് പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയാണ് എന്നെ ഈ തരത്തിൽ ജില്ലാ പ്രസിഡന്റ് വരാക്കിയത്, ആ പാർട്ടിക്ക് വേണ്ടി വാർഡിനെ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ കഴിയുന്നൊരവസരത്തെ അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കി പാർട്ടിക്ക് വേണ്ടി അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എല്ലാം കൊണ്ടും സന്തോഷമാണ്. സ്വന്തം വാർഡിൽ മത്സരിക്കാൻ കഴിഞ്ഞു, ആളുകൾ തിരിച്ചറിയുന്നു. അപ്പം ഇത്രയും കാലം ചെയ്ത സമരങ്ങൾക്കുള്ള ഒരു അംഗീകാരമായി മാറുന്നു. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സമരം ചെയ്ത പയ്യനല്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം, ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ വിജയിച്ച് ഈ നാടിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. കെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി അങ്ങനെ യുവത്വത്തിൻ്റെ ഒരു മുഖം വരുമ്പോൾ അത് താഴെത്തട്ടിൽ പാർട്ടിയിലും അണികൾക്കൊക്കെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് KSC പ്രവർത്തകർക്കൊക്കെ, യുവാക്കൾക്കൊക്കെ വലിയൊരു ആവേശമാണ്. അതെ, അല്ല അത് ആവേശം തന്നെയാണ്. കാണാം, വോട്ട് ചെയ്യണം, സഹായിക്കണം, വീട്ടിലോട്ട് വരാം, ആവേശം തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് ഈ തിരുവനന്തപുരം നഗരസഭ അതിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ ആവേശം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശബരിനാഥനെ രംഗത്തിറക്കുന്നു, അതുപോലെ തന്നെ ആശാപ്രവർത്തകർ മുതൽ IT ഫീൽഡിലുള്ള ആളുകളെ, പരിചയസമ്പന്ന ഉള്ള ആളുകളെ വരെ കോൺഗ്രസ് പരീക്ഷണത്തിന് ഇറക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് നേരിട്ട് മത്സരിക്കാൻ പറയുന്നു. അപ്പം
ഒരു വലിയ പ്ലാനോട് കൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് ആ പ്ലാൻ എക്സിക്യൂട്ട് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗത്തിലായി. വിമതരുടെ ശല്യം ഇല്ലയെന്നല്ല, മുമ്പത്തേക്കാൾ വളരെ കുറവാണ്. ഇല്ല എന്ന് പറയുന്ന തോതിലേക്ക് എത്തുന്ന രീതിയിലാണ് പാർട്ടി പ്രവർത്തകർ മുഴുവൻ ആവേശത്തിലാണ്. മുഴുവൻ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെയാണ്. അപ്പോൾ എത്രയോ ജില്ലാ പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ മത്സരിക്കുന്നു. അപ്പം നിരവധി ചെറുപ്പക്കാർക്ക് അവസരം കിട്ടി. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സമ്പൂർണ്ണമായി യൂത്ത് കോൺഗ്രസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതില്ല. എങ്കിലും നമ്മൾ ചെയ്ത ഈ പറയുന്ന കൊണ്ടടിക്കും ജയിലിൽ കിടന്നതിനൊക്കെ തത്തുല്യമല്ലെങ്കിലും ഏറെക്കുറെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അത് യൂത്ത് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപനം നടത്തിയപ്പോൾ കിട്ടിയ ഒരു പ്രതികരണമുണ്ടല്ലോ, മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയത്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയ പ്രതികരണം. ആ പ്രതികരണം തന്നെയാണ് വീണ്ടും ചെറുപ്പക്കാർക്ക് സീറ്റ് കിട്ടാൻ അവസരമൊരുക്കിയത്. അപ്പോൾ നല്ല തീരുമാനം, ചെറുപ്പക്കാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്, ഒരു തർക്കവുമില്ല. പിന്നെ നിയമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നിയമം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഞാൻ ആ പാർട്ടിയുടെ ആ തീരുമാനത്തെ ഞാനും അത്ഭുതത്തോടു കൂടി കാണുകയാണ്. ഈ നാട്ടിലെ നിയമത്തെ ജനങ്ങളെ എത്രമാത്രം വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ്. ഇത് ആർക്കും തീരെ ഇത് കൊടുത്തിട്ടില്ല ഈ മണ്ണ് എന്ന് പറയുന്നത്. ഒരു വർഗീയവാദികൾക്കും ഒരു അങ്ങനത്തെ ഒരു നിയമം എന്ന് പറഞ്ഞ തികഞ്ഞ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വലിയ ചിന്താഗതിയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് നിയമം. അവരുടെ വിലയിരുത്തൽ വളരെ കൃത്യമായിരിക്കും, അവരുടെ ജനവിധി കൃത്യമായിരിക്കും. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ശരിക്കും നിയമം എന്ന് പറയുന്നത്. അപ്പം നിയമത്തെ ജനങ്ങൾ എനിക്ക് കുറേ കാലമായി അറിയാം. അപ്പം അങ്ങനത്തിൽ ആളുകളെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ സത്യസന്ധമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനവിഭാഗമാണ് നിയമം എന്ന് പറയുന്നത്. അത്തരത്തിൽ അവർ എന്നെയും ചേർത്ത് പിടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പം ഒരു യുവാവ് എന്ന രീതിയിൽ ഒരു അവസരം കിട്ടി, മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ കഴിഞ്ഞു, മറ്റുള്ള വാർഡുകളിൽ ആവേശമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷം. അപ്പോൾ നമ്മളതാണല്ലോ ചെയ്യേണ്ടത്. നമ്മൾ കാരണം മറ്റുള്ളവർക്കും കൂടെ ഗുണം കിട്ടുന്നതിലാണ് കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്. ഒരുപാട് പേര് ജയിച്ചു വരും. ഈ തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുൻതൂക്കം ഉണ്ടാവും, ഒരു തർക്കമില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-നെ സംബന്ധിച്ച് 10-ൽ നിന്ന് ഈ 52-ലേക്ക് എന്ന വലിയൊരു അക്കത്തിലേക്ക് മുന്നേറുക എന്ന് പറയുന്നത് അതങ്ങനെ ഒരു ചെറിയ കാര്യമാണ്. അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയല്ലേ? ഞാൻ പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ 40 സീറ്റ് വരെ പിടിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ തവണ കുറേ റിബലുകൾ, പാർട്ടിക്കകത്ത പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ ഇത്തവണ അങ്ങനെ ഇല്ല. നമ്മൾ എല്ലാവരും പറയുന്നല്ലോ കോൺഗ്രസ് തോൽക്കാൻ കാരണം കോൺഗ്രസ് ആണ് എന്ന് പറയുന്നത് പോലെ ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ, 1-2 പേരൊഴിച്ച് കുറച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസം, അത് അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനകത്ത് എപ്പോഴും ഉണ്ടാകും. പക്ഷേ മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ റിബലുകളില്ല, അഭിപ്രായ വ്യത്യാസം വളരെ കുറവാണ്. പാർട്ടി ലീഡർഷിപ്പ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ കമ്മിറ്റികൾ വിളിക്കുന്നു, അവിടെ ലീഡർഷിപ്പ് നേരിട്ട് പോകുന്നു, അല്ലെങ്കിൽ DCC വിളിച്ചു വരുത്തുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഇപ്പോൾ നേമം വാർഡിൽ പോലും നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ മത്സരിച്ച രംഗത്തേക്ക് കടന്നു വരുമ്പോൾ. അതൊക്കെ പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ട് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി നിർദ്ദേശം കൊടുക്കുകയും പ്രശ്നങ്ങൾ കേൾക്കുകയും പ്രവർത്തകരുടെ വികാരം കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്തു. അപ്പോൾ നേമത്ത് മാത്രമല്ല, മുഴുവൻ വാർഡുകളിലും ഇത്തരത്തിൽ പാർട്ടി ഇടപെടലുകൾ നടത്തുകയാണ്. അതൊരു വലിയ ഐക്യത്തിൻ്റെ സൂചനയാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി UDF നിന്ന ഒരു കാലഘട്ടത്തിലും UDF മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ വലിയ ഐക്യത്തോടു കൂടി മുമ്പോട്ട് പോവുകയാണ്. 50 എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയേ അല്ല UDF-നെ സംബന്ധിച്ചിടത്തോളം. ഇതിനു മുമ്പ് 40 സീറ്റ് പിടിച്ച ചരിത്രമുണ്ട്. അപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരും. അപ്രതീക്ഷിതമായി തിരിച്ചു വരാനുള്ള ശക്തി കോൺഗ്രസിനുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സത്യമുള്ള പാർട്ടിയാണ്. മറ്റു പാർട്ടികളെക്കാൾ കൂടുതൽ ജനാധിപത്യമുള്ള പാർട്ടികളാണ്. ആളുകളെ, പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കണം, അവരെ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ്. ഒരു തർക്കവുമില്ല. ആളുകളെ കൊല്ലാനും പിടിക്കാനും ഇടിക്കാനും അവരെയൊന്നും ഇല്ലാതാക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന പാർട്ടിയല്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കാനും കോൺഗ്രസ്സിന് മാത്രമേ കഴിയുള്ളൂ. അതാണ് പറയുന്നത്, കോൺഗ്രസ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് പെട്ടെന്ന് വരും, ഒരു തർക്കവുമില്ല. ജനങ്ങളുടെ ആഗ്രഹമാണ്. ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കോൺഗ്രസ് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓരോ വീട്ടിൽ പോകുമ്പോഴും ഇത്തവണ നിങ്ങൾ എങ്ങനെയെങ്കിലും വരണം, നിങ്ങൾ കഷ്ടപ്പെടണം. എന്നോട് പലരും പറയുന്നത് നന്നായി ജോലി ചെയ്യണം, എല്ലാവരെയും പരമാവധി ആളുകളെ കാണണം, നിങ്ങൾ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. നിങ്ങൾ ജോലി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ കാണുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. കോൺഗ്രസിനെ ഒരിക്കലും ജനങ്ങൾ കൈവിട്ടിട്ടില്ല. അപ്പോൾ അതിന്മേൽ നമ്മൾ പ്രവർത്തിക്കും, നന്നായി തിരിച്ചു വരും. ഈ തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിച്ച് കേരളത്തിന് മുഴുവൻ മാതൃകയാവും. നമ്മൾ സമരങ്ങൾ ഏറ്റെടുക്കുന്നത് പോലെ, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് പോലെ ഈ വെല്ലുവിളി തിരുവനന്തപുരം നഗരസഭയെ തിരിച്ചു പിടിക്കാവുന്ന വെല്ലുവിളി വീണ്ടും തിരുവനന്തപുരം ഓരോ കോൺഗ്രസ്സുകാരും ഏറ്റെടുക്കും. അത് കേരളം മുഴുവൻ പകരും. എല്ലാവിധമായ ആശംസയും. ഷജീർ പറഞ്ഞതുപോലെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് തിരിച്ചു വരും. കോൺഗ്രസ് ഒരു ഉണർവിൻ്റെ പാതയിൽ തന്നെയാണ്. അത് യുവാക്കളുടെ ഈ ഒരു യുവത്വത്തിൻ്റെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അൻഫിലി ഡിസൂസ.